നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നഗരസഭ 8ാം ഡിവിഷൻ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി അഹ്സനയാണുള്ളത്. വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ 8ാം ഡിവിഷനിലെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി അഹ്സാനയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയായ അഹ്സാന യുവത്വത്തിനാണ് വോട്ട് ചോദിക്കുന്നത്. അഹ്സാന നഗരസഭ 8ാം ഡിവിഷനിലെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പൊ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ അഹ്സനയെ ഒന്ന് കാണുകയും അഹ്സനയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം. അപ്പൊ പ്രചരണം ഒക്കെ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു അല്ലേ? ഭവന സന്ദർശനമാണ് കൂടുതലും പ്രാധാന്യം നൽകുന്നത്. ഈ ഡിവിഷനിലെ ഭവന സന്ദർശനത്തിനിടയിൽ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമായിരുന്നു? വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ പറയാനാണെങ്കിൽ ഈ ഒരു പ്രാവശ്യം അവരെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് തന്നത്. എല്ലാവരും കൂടെ ഉണ്ടാവും, ചെയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കാരണം അവർക്കൊരു മാറ്റം വേണം. പിന്നെ വിദ്യാഭ്യാസ സമ്പന്നയായ ഒരു കൗൺസിലറിന് അവരും ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ തീരുമാനം എന്നതിലുപരി അവർ തന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, നിങ്ങളെപ്പോലുള്ളവർ മുമ്പിലേക്ക് വരണം, എന്നാലേ നമുക്ക് നാടിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്ന് അവർ പറയാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണ്. നമ്മൾ നിന്നതിലൊരു അർത്ഥമുണ്ടെന്ന് തോന്നിപ്പോവും. പി ഡിവിഷനിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് അഹ്സന. എത്ര വയസ്സുണ്ട്? 26. ചോദിക്കാൻ പാടില്ലെന്നാണ്, എന്നാലും അപ്പൊ ഒരു യുവത്വത്തിന്റെ അടയാളമായിട്ടാണ് അഹ്സന ഇവിടെ മത്സരിക്കുന്നത്. യുവത്വത്തിന് സ്വാഭാവികമായിട്ടും ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, വികസനം സംബന്ധിച്ചുള്ള ഐഡിയാസ് ഉണ്ടാവും. അത്തരം കാര്യങ്ങള് വോട്ടർമാരോട് അഹ്സന പങ്കുവെക്കാറുണ്ടോ? ഞാൻ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്ന വേളയിൽ ഞാൻ പറയാറുണ്ട്. അല്ലാത്ത പക്ഷെ ഞാൻ ഇപ്പോ കാൻഡിഡേറ്റ് മീറ്റ് ഉണ്ടായതിൽ പറഞ്ഞു. പിന്നെ ഓരോരോ ഏരിയയിൽ അവരിങ്ങനെ ചോദിക്കും, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്ത് തരാമോ, അങ്ങനെയൊക്കെ ചോദിക്കും. അതെല്ലാം ഞാൻ ചെയ്യാം, എന്നാൽ കഴിയാവുന്ന രീതിയിൽ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത്യാവശ്യം എല്ലാവരും പറയുന്ന ആവശ്യങ്ങൾ ഞാൻ ഒരു നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്നും മറന്നു പോകാണ്ടിരിക്കാനും പിന്നെ അതൊന്നും പിന്നീട് കണ്ടില്ല എന്ന് വെക്കാണ്ടിരിക്കാനുമാണ്. അതായത് ജനം അംഗീകാരം തന്നാലും തന്നില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇപ്പൊ അഹ്സന പറഞ്ഞതിന്റെ അർത്ഥം. കാരണം വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മള് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ, നാളെ ചൂണ്ടിക്കാണിക്കുവാൻ, ഒരുപക്ഷെ കൗൺസിലറെ നടപ്പാക്കാൻ, ഇനി ജനവിധിയാണല്ലോ, പറയാൻ പറ്റില്ല, ആയില്ലെങ്കിൽ അത് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടാൻ ഉള്ള കരുത്താണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കരുവേലിപ്പടി ഡിവിഷനിൽ വെൽഫെയർ പാർട്ടിക്ക് വലിയൊരു സ്വാധീനമുള്ള ഡിവിഷനാണ്. അപ്പൊ സ്വാധീനമുള്ള ഡിവിഷനിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ടോ അഹ്സന? ഇപ്പോ തീർച്ചയായിട്ടും ശക്തമായ മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അതിന്റെ ഉദാഹരണം തന്നെയാണ് ഒപ്പമുള്ള സ്ഥാനാർത്ഥികൾ എന്നെ ഭയക്കുന്നു എന്ന് ആദ്യം പറഞ്ഞതുപോലെ. കാരണം ഞാൻ ഇവിടെ ശക്തമായതുകൊണ്ടാണല്ലോ അവരെന്നെ ഭയക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ കാര്യം. ഈ അഹ്സന ഇനി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ, അതായത് ഈ ഡിവിഷനിലെ ജനത്തിന്റെ പ്രതിനിധിയായി കൗൺസിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, സാധാരണ കൗൺസിലർമാർ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, നമുക്കറിയാം അതെന്തൊക്കെയാണെന്ന്. റോഡ് കാണ, വെള്ളം, മാലിന്യ പ്രശ്നം, ലൈറ്റ് തെളിയിക്കല്, ഇതെല്ലാം ചിരകാലമായിട്ട് കാലങ്ങളായിട്ട് കൗൺസിലർമാരുടെ ഒരു ജോലി എന്ന് നമ്മൾ സാധാരണ ജനം പറയുന്നത് എപ്പോഴും കൗൺസിലർമാരുടെ ജോലി ഇതൊക്കെയാണല്ലോ എന്നാണല്ലോ അവർ പറയണത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഡിവിഷന്റെ വികസനത്തിന് വേണ്ടി മനസ്സിൽ പദ്ധതികൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ. അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം, എന്നാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. എപ്പോഴും ചെയ്യുന്ന കൗൺസിലർ എന്നുള്ളതിന്റെ ഉപരിയായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതിലിപ്പോ നൂതന ടെക്നോളജീസ് ഉപയോഗിക്കുക, അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളൊക്കെ ഇപ്പോൾ ഒരു 50+ ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും. പഠിച്ചാൽ തന്നെ അത് അവർക്ക് വ്യക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോ നമുക്ക് AI ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മളുടെ സ്ഥലം തന്നെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ സെക്ടർ, അതാണ് മെയിൻ. നമ്മുടെ കരുവേലിപ്പടിയിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഇത്രയും നാളുകളായിട്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അവിടെ.
ആ സെക്ടറും പിന്നെ നമുക്ക് പൊതുവായിട്ട് പറയാനാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടറിൽ ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ലൈറ്റ് ഇടുന്നതിലാണെങ്കിലും നമ്മൾ സോളാർ, നമുക്ക് ഇവിടെയൊക്കെ ഇപ്പൊ നോക്കുക ഒരു സോളാർ പവർഡ് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ? ഇല്ല. ഈ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാം. അതല്ലാണ്ട് പുതിയ ഐഡിയാസും ഉണ്ട്. ഡിവിഷനിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്നും അവസാന പറയുന്നു. ഡിവിഷനിൽ വിജയം ഉറപ്പാണെന്നും വോട്ടർമാർ എല്ലാവരും നല്ല സമീപനത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും ഉയർന്ന വിദ്യാഭ്യാസമുള്ള യുവാക്കളെയാണ് നാടിന് ആവശ്യമെന്നും വോട്ടർമാർ പറയുന്നതായും അവസാന വ്യക്തമാക്കി. വിജയം ഉറപ്പാണെന്നും അവസാന പറയുന്നു. അവസാനയുടെ വാക്കുകളിലേക്ക്. ചെറുപ്പമാണല്ലോ, ചെറുപ്പത്തിൽ അങ്ങനെ കുറെ പദ്ധതികൾ മനസ്സിലുണ്ടാവും, നടപ്പാക്കണമെന്നുള്ള പദ്ധതികൾ. അത് ഒരുപക്ഷെ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഈ വനിതകളുണ്ടല്ലോ, വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്കറിയാം ഇപ്പൊ അവസാനം മത്സരിക്കുന്ന ഡിവിഷൻ കുറെയൊക്കെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരാണ്. ഒരു ദിവസം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെടുന്ന ആളുണ്ട്. ആ ഡിവിഷനിലും അതേപോലത്തെ ഒരു ഡിവിഷനിലും അവസാനയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇവിടെയും അത്തരം ആളുകളുണ്ട്. അപ്പൊ അത്തരം വനിതകളെ അവരുടെ സ്വന്തം കാലിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പദ്ധതികളെ സംബന്ധിച്ച് വല്ല ധാരണയും? ഷുവർ. എന്താന്ന് വെച്ചാല് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ. എന്തിനെ കുറിച്ച് നമുക്കറിയാം, കൊച്ചിയിൽ നമുക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത പരിമിത അളവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മഷ്റൂം കൃഷി, അക്വാപോണിക്സ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഓരോ വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ അക്വാപോണിക്സ് ഒക്കെ തന്നെയാണെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ആർക്കും അറിയാൻ പാടില്ല. എങ്ങനെയാണ് അക്വാപോണിക്സ് വരുന്നത്? മൈക്രോഗ്രീൻസിന്റെ വാല്യൂ മാർക്കറ്റിൽ ഇപ്പൊ അത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉൽപാദനം നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെ ബോധവൽക്കരണം കൊടുക്കുക, അതിനൊരു ട്രെയിനിങ് കൊടുക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതൊക്കെ ഷോർട്ടായിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ് എൻ്റെ. വുമൺ എംപവർമെന്റ് ഒരു മെയിൻ ചിന്താഗതിയാണ്. കൂടാണ്ട് തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലുണ്ട്. അൺഎംപ്ലോയ്മെന്റിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതെല്ലാം ഐഡിയ മൈൻഡിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് എനിക്കൊരു ചാൻസ് തരേണ്ടത്. അതാണ് പിന്നെ അവസാനം ആവശ്യപ്പെടുന്നത്. ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരവസരം. കാരണം 50+ ആയിട്ടുള്ള ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്നെ പോലുള്ള ഒരു യൂത്ത് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വേണം നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട്. 50+ എന്നുള്ളതിനേക്കാൾ ഉപരി എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഗുണം അതാണ് അവസാന വോട്ടർമാരുടെ മുമ്പിൽ വെക്കുന്നത്. വോട്ടർമാർ അതിൽ നല്ല സമീപനമാണ് അവസാനോട് സ്വീകരിക്കുന്നത് അല്ലേ? അതെ, അത് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആളുകളിൽ അത് കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരിങ്ങോട്ട് പറയണതാണ്, നിങ്ങളെ പോലുള്ളവരാണ് വരേണ്ടത്, നിങ്ങളെ പോലുള്ളവർ വന്നാലേ ശരിയാവുള്ളൂ, അങ്ങനെയാണ് അവർ പറയുന്നത്. നമുക്കറിയാം അവസാനം നേരിടുന്നത് 2 പ്രബല മുന്നണികളെയാണ്. അതെ അതെ. ഈ പ്രബല മുന്നണികളെ നേരിടുമ്പോൾ ആശങ്ക വല്ലതും? ആശങ്കയില്ല. എന്തുകൊണ്ടും ക്വാളിഫൈഡും അതിനേക്കാൾ ഉപരി എന്താ പറയേണ്ടത്, ഒരു ടാലന്റഡും അങ്ങനെയല്ല ഞാൻ പറയണത്, അർഹതപ്പെട്ടത് ഒരാളാ എന്ന നിലക്ക് എനിക്ക് പേടിയില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവണം എനിക്ക് കൂടുതൽ ഇവിടെ ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിനെ കുറിച്ചുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മുന്നണികളിനെ പേടിയില്ല. വോട്ടർമാര് അവസാനോട് പ്രത്യേകിച്ച് വല്ലതും പറയാറുണ്ടോ ഈ വേളകളിൽ? പ്രത്യേകിച്ച് പറയാറുണ്ടോന്ന് വെച്ചാൽ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളാരും ചിന്തിക്കരുത്. എന്നാലും ഞാൻ പറയണതാണ്, നിങ്ങളെ ജയിക്കുള്ളൂ, നിങ്ങൾ തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന്. അതായത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ അഹ്സനേക്കാൾ സാധ്യത കൂടുതലെന്നാണോ വോട്ടർമാർ പറയുന്നത്? അതെ, അഹ്സന ജയിക്കും, അഹ്സന ജയിക്കാനാണ് ഇവിടെ ചാൻസ് കൂടുതൽ, അങ്ങനെ തന്നെയാണ് പറയണത്. തീർച്ചയായിട്ടും ഒരു യുവത്വത്തിന്റെ പ്രതീകം, അതോടൊപ്പം തന്നെ വിദ്യാസമ്പന്ന ആയിട്ടുള്ള അഹ്സന വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കരുവേലിപ്പടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമ്പോൾ 2 പ്രബല മുന്നണികളെ നേരിട്ടുകൊണ്ടാണ് അഹ്സന ഇവിടെ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അഹ്സനയ്ക്കും അഹ്സനയുടെ പാർട്ടിക്കും തെല്ലും സംശയമില്ല ഇവിടെ നിന്ന് വിജയിച്ചു വരുമെന്ന്. അതിന് അഹ്സനയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.